ഒരു സാധനം ഇല്ലേ നമ്മളെ പെൻസിലിന്റെ സുനിയ ഇപ്പൊ ഒരു വലിയ കഴിയില്ല. കണ്ണിച്ചനുണ്ട്, കണ്ണിച്ചൻ. ഒന്നും നോക്കണ്ട, ആക്കി കളയാ. വേറൊന്നും GS അറിയാനില്ലല്ലോ. കാണുന്നുണ്ട്. കണ്ടോ കണ്ടോ കണ്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ലോക്കേഴ്സിന് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ അല്ലേ? പ്ലൈവുഡ് 1 2 3 ഇനി നമുക്ക് വേണ്ട നമ്മളെ മെയിൻ സാധനം തുടങ്ങി. ബൾബ് എടുത്ത് ഇതെത്തില്ലേ നമുക്ക് ഈ കുപ്പിയില്ലേ, ഈ കുപ്പി ഇങ്ങനത്തെ നമ്മളെ ചെറിയൊരു ഐറ്റംസ് വെച്ചിട്ടില്ലേ, ചെറിയൊരു സെറ്റപ്പ് ആക്കാം. ഒന്നും നോക്കണ്ട, ആക്കി കളയാ. മെയിൻ സാധനം റെഡി. കത്തി ബാക്കി സാധനത്തിൽ നമ്മുടെ ബാഗിലുണ്ട്. ബാക്കി നമുക്ക് ഓരോന്ന് നോക്കിട്ടേക്കാം. നമുക്ക് ആദ്യമില്ല കൂടുതൽ കുത്താം. നമുക്ക് ചെറിയ കട്ടിങ് അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ഈ ബാഗില്ലേ തുറക്ക് കത്തിയില്ലേ? അവിടെ നേരത്തെ ഇല്ലേ, നേരത്തെ നമ്മൾ ഈ ഒരു കുപ്പി ഒരു കത്തി മാത്രമല്ലേ എടുത്തിട്ട് നമുക്ക് ഒരു സാധനം കൂടി നമ്മൾ ഇൻസുലേഷൻ ടൈപ്പ്. ഇത് നമുക്കില്ലേ ആദ്യം കവി എന്താ ഉദ്ദേശിക്കുന്ന ആദ്യം പറ. ഇതാ ഒട്ടിക്കുന്ന ഇത് എല്ലാവർക്കും കാണിച്ചു. നമ്മളിങ്ങനെ ചരിച്ചൊട്ടിക്കുന്നു. ഇങ്ങനെ ചരിച്ചൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പോരെ. നമുക്ക് കട്ട് ചെയ്യാം. ചരിച്ചാണ് ഒട്ടിച്ചിട്ടുണ്ട്. അല്ലെ മറ്റേ മലമ്പാമ്പലം പിടിക്കൂലേ, മരത്തിലല്ലേ ഇല പിടിച്ചിട്ട് കെട്ടൂലേ, അതുപോലെ ഈ ചരിച്ചൊടിച്ച്. ഇനി നമുക്കില്ലേ ഈ ചരിവില്ലേ, ഇത് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. കൈ നോക്കണേ, കൈ ശ്രദ്ധിക്കണം. ഇൻസ്റ്റലേഷൻ്റെ അല്ലെങ്കിൽ ചോരപ്പുഴയായിരിക്കും, എൻ്റെ കൈ ഒന്ന് മുറിഞ്ഞിട്ടേക്കും പണ്ടാരാ. ഇൻസ്റ്റലേഷൻ ടാപ്പിൻ്റെ അനുസരിച്ച് ഇതാ കട്ടായാ ഇതണ്ട. ഇത് ഇവിടുന്ന് സ്ട്രൈറ്റ് കട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? അതിനനുസരിച്ച് കട്ട് ചെയ്തതുണ്ടോ ചരിഞ്ഞിട്ടിങ്ങനെ. അപ്പൊ ഇത് നമുക്ക് മാറ്റി വെക്കാം. നമ്മൾ ഈ കുപ്പി കട്ട് ചെയ്തില്ലേ, ഇനി കുപ്പി കട്ട് ചെയ്തതിനനുസരിച്ച് നമുക്ക് ഈ 3 റൗണ്ട് പോകണം. ഈ കുപ്പീൻ്റെ ഈ വായുവട്ടത്തിനനുസരിച്ചുള്ള റൗണ്ട് പോകണം. ഇതണ്ട, ഇതിന് കണക്കായ ഒരു മൂടി എടുത്തിന് ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ട ഒരു പ്ലൈവുഡിൻ്റെ പീസ് കൊടുക്കണം. നമുക്കിത് വരക്കാം ആദ്യം. ഒന്ന് വരച്ച് 2 അങ്ങനെ 1 2 3 3 വരച്ച് 3 കണ്ട. 3 നമുക്ക് റൗണ്ടിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ ഓക്കെ. മൂന്നെണ്ണം നമ്മള് റൗണ്ട് കട്ട് ചെയ്ത് ഇതാ ഏകദേശം ഇതാ കുപ്പിന്റെ ആ ഒരു ലെവലിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കേട്ടാ, ഈ 3 എണ്ണത്തിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചു. ഇപ്പൊ ഈ 3 എണ്ണം വെച്ചിട്ട് നമ്മളെ കളി. ഇനി നമുക്ക് ഒരു സാധനം കൂടി പോകണം ഇത് കാര്യമായിട്ട്. നമ്മളെ മെയിൻ സാധനം എന്താ അറിയോ? റീപ്പർ കുറച്ച് റീപ്പർ കൊടുക്കാം. ഇതാടാ നമ്മളെ സാധനത്തി റീപ്പർ നമുക്ക് ഇതിനകത്ത് വെച്ച് കട്ട് ചെയ്യണം. അപ്പൊ നമ്മളെ മെയിൻ ഒരു സാധനം കൂടി വേണം. എന്താ നമ്മളെ കട്ടിങ് നമ്മളെ മെയിൻ സാധനത്തി കട്ട് ചെയ്യണ്ടേ. ഇനി നമ്മൾ എന്താക്കണം അറിയോ? ഇത് ഇതിന്റെ മുകളിൽ വെച്ചിട്ട് ഈ റൗണ്ടിനനുസരിച്ച് നമ്മൾ റീപ്പർ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ എടുക്കേണ്ടത് ഇതാ ഈ വണ്ണുള്ള റീപ്പർ, നീളമുള്ള റീപ്പർ നമ്മൾ ഇവിടെ വെച്ച് മാറുകയാണ്. എന്നിട്ട് എന്താ നമ്മൾ എന്ത് ചെയ്യണം? കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഈ ക്രോസിനനുസരിച്ച് നമുക്ക് ഓരോന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ ഓക്കെ. ഈ സാധനം അങ്ങ് പറിച്ചളയാം. നമ്മളെ ഇൻസ്റ്റലേഷൻ ടാപ്പ് അങ്ങ് പറിച്ചളയാം, കട്ട് ചെയ്യാം. വാ
ഇതിന്റെ ക്രോസിനനുസരിച്ച് നമ്മൾ രണ്ടാമത്തെ പീസ് കട്ട് ചെയ്യുന്നു. രണ്ടാമത്തെ പീസും കട്ട് ചെയ്യുന്നു. ഇങ്ങനെ ഓരോ ക്രോസിനനുസരിച്ച് നമ്മൾ എന്താക്കും, ഓരോ പീസ് കട്ട് ചെയ്യണം. ഓരോ പീസ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. ഇത് ഇങ്ങനെ ഇങ്ങനെ ക്രോസിനനുസരിച്ച് റീപ്പർ വെക്കും, കട്ട് ചെയ്യും. റീപ്പർ വെക്കും, കട്ട് ചെയ്യും. നമുക്ക് ഇനി എല്ലാം ഒന്നിച്ച് കട്ട് ചെയ്യാം. ഇതേപോലെ മാർക്ക് ചെയ്ത് ഒരുമിച്ച് കട്ട് ചെയ്യാം. ഓക്കെ, നമ്മളെ അവസാനത്തെ ക്രോസും കൂടി നമ്മൾ കട്ട് ചെയ്യാൻ പോയി. നമ്മളെല്ലാം കട്ട് ചെയ്ത് ഇനി എല്ലാം ഒന്ന് ഒപ്പിച്ച് നോക്കാം. നമ്മളിപ്പോൾ ഇതിൻ്റെ വയറിൻ്റെ കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഓരോ ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കും. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്ത് 3 എണ്ണത്തിൽ നമ്മൾ അത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് അതൊക്കെ കട്ട് ചെയ്യാം. ലാസ്റ്റ് വൺ. ഓക്കെ, അങ്ങനെ നമ്മളെ 3 എണ്ണം ഇതാ 3 എണ്ണം വയർ പോകാനുള്ളത്. ഇനി നമുക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കാം. വാ, മെയിൻ ആയതോ അപ്പൊ നമ്മളിത് ഒട്ടിക്കുമ്പോ ഒരു കാര്യസ്ഥലത്ത് ഈ വലിപ്പത്തു നിന്നാണ് നമ്മൾ ഒട്ടിച്ചു വരുന്നത്. വലുതൊന്ന് ചെറുതിലേക്ക് അങ്ങനെ നമ്മൾ ഓരോ റീപ്പർ കട്ട് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ നമ്മൾ ഒരുമിച്ച് വെച്ച് നോക്കുന്നുണ്ടാ. ഇതിങ്ങനെ ചെറുതായി 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 ഇങ്ങനെ നമ്മൾ ഒട്ടിച്ചോ. ഓക്കെ ഓക്കെ. ഉഫിലിന്റെ പവർ ഉണ്ടാ. ഈ ഒരു ഗ്യാപ്പ് നമ്മൾ ഒട്ടിക്കുന്നത്, ഈ ഒരു ഗ്യാപ്പ് ഇതുണ്ട ക്രോസ് ഇങ്ങനെ ഉണ്ടാവും, ഒറ്റ ഗ്യാപ്പ്. പക്ഷെ ഒട്ടിക്കാൻ നമ്മൾ മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ, കൈയൊട്ടാണ്ട് നോക്കണം. ഇതെന്താ കയ്യൊട്ടിയടാ, പടച്ചോനെ കയ്യാ. ഒട്ടി ഇതാ ഏകദേശം ഒരേ ഗ്യാപ്പിലായിട്ടുണ്ട്. ഒട്ടിയില്ലേ? ഒട്ടി. ആട്ടൊന്നുമില്ലല്ലോ. ഒന്നും കൂടി ഇട്ടിച്ചു കൊടുക്കാം. സൈഡിൽ നമ്മൾ ഒരു ബലത്തിന് വേണ്ടി ഒന്നും കൂടി ഇട്ടിച്ചു കൊടുക്കണം. ഓക്കെ ഓക്കെ. നമ്മളെ ഇനി എന്താക്കാം, ഇത് നമുക്ക് കുറച്ച് സ്പീഡിൽ ഒട്ടിച്ചെടുക്കാം. ചരവരെ ഒട്ടിച്ചെടുക്കാം. സെറ്റായി സെറ്റായി. കുപ്പിയിൽ നമ്മൾ നേരത്തെ സെറ്റാക്കിയില്ലേ, ഇതാ അതുപോലെ ഇതാ. അതിന് അവസാനത്തെ ഒരു പീസും കൂടി ഉണ്ട് ഈ ഗ്യാപ്പില്ലേ, അതിന് നമ്മൾ ഈ പീസും കൂടി വെച്ച് കഴിഞ്ഞാൽ സാധനം ഫില്ലായി. ഓക്കെ, ചിയേഴ്സ്. വേറൊന്നും GS അറിയാനില്ലല്ലോ, അതെങ്ങനെ നടക്കട്ടെ. ഒട്ടാൻ കുറച്ച് സമയം കൊടുക്കാം. വിചാരിച്ച പോലെ തന്നെ ആയി. പക്ഷെ നമ്മൾ 3 എണ്ണം ഉണ്ടാക്കാൻ നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷേ നമുക്ക് ഫസ്റ്റ് തന്നെ ടൈം കുറച്ച് പോയി നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഇരുടാവുന്നുണ്ട്. നമുക്ക് ഇരുട് തന്നെയാണ് വേണ്ടത്. പക്ഷെ നമ്മളെ എയിമിൽ ഇപ്പോൾ റീപ്പർ ഇല്ലല്ലടാ. റീപ്പർ ഇല്ല. വിചാരിച്ച് നമ്മൾ ആയി, സംഭവമായി. ഇതുണ്ടാ നമ്മളിതാ ഈ കുപ്പീൻ്റെ അതേ സെറ്റപ്പിൽ തന്നെ നമ്മളിതാ, നിങ്ങൾ ഈ ഒരു കുപ്പി അച്ചുപോലെ ആക്കിയാൽ മതി. ഉണ്ടാ ഇതുപോലെ ഇതാക്കി അതേപോലെ ചെറുതൊന്ന് വലുതിലേക്ക് ഇങ്ങനെ ഇതാ അയ്യെല്ലാം വെച്ച് നമ്മളിത് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ സെറ്റായി. നാളെ ഇത് സെറ്റായിടാ. സാധനം നോക്കിയാ സെറ്റായില്ലേ? ഓക്കെ. ഇനി നമുക്ക് ഇതില്ലേ പെയിന്റ് അടിച്ച് മൊഞ്ചാക്കാം. ബാക്കിയുള്ളത് നമുക്ക് ഏതെങ്കിലും ഒരു പ്രാവശ്യം നമുക്ക് എല്ലാം കൂടി ഒരുമിച്ചാക്കാം. അന്നേരം ഇതും കൂടി ഒരുമിച്ച് കാണിച്ചു തരാം. ഇനി നമുക്ക് ഇത് എന്താക്കണോ, നമ്മൾ ഇതിനകത്ത് വേറൊരു സെറ്റപ്പ് കൂടി ചെയ്തിട്ട് നമ്മൾ എന്താക്കുന്നുണ്ട് ഒരു സംഭവം. വീഡിയോയിൽ ലാസ്റ്റ് നമ്മൾ കാണും. ഓക്കെ ഓക്കെ. വാ, ബാക്കി നമുക്ക് പെയിന്റ് അടിക്കാം. പെയിന്റ് അടി തുടങ്ങി. നമ്മളിത് പെയിന്റ് എല്ലാം അടിച്ച് എല്ലാം കംപ്ലീറ്റ് പെയിന്റ് അടിച്ചത് വൈറ്റ് പെയിന്റ് അടിച്ച് സുന്ദരനാക്കിയിട്ടുണ്ട്. ബിർള വൈറ്റ് വാൾക്കെയർ പുട്ടി. അതിപ്പോ വൈകുന്നേരം ആയിപ്പോയി, നമ്മൾ വീഡിയോ എടുക്കാൻ കുറച്ച് ടൈം ആയിപ്പോയി. അതുകൊണ്ട് ഈ 2 എണ്ണം ബാലൻസ് ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 എണ്ണം ബാലൻസ് ഒന്ന് ബാങ്ക് കൊടുക്കാനായി. പിന്നെ ക്ഷേത്രത്തിൽ പാട്ട് വെച്ച് അതുകൊണ്ട് എല്ലാം കൂടി ഇരുടായി. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഈ സംഭവം ഈ സെറ്റപ്പ് എന്താ നമുക്കൊന്ന് ക്ലിയർ ആക്കി തരാം. ഇതെന്താ, നമുക്ക് ഒരു കഷ്ണം വയറ് വേണം, ഹോൾഡർ വേണം, ബൾബ് വേണം. അപ്പം ഇത് നമുക്ക് വയറ് ബൾബ് ഹോൾഡർ വയറ് ബൾബ് ഹോൾഡർ ഇട്ടിട്ട് വരാം. ഇത് അന്നേരം ബൾബ് എടുത്ത് നമ്മളിതാ ഹോൾഡറിൽ ഇനി വയറ് നമ്മൾ കണക്ഷൻ കൊടുക്കാം. സീനാണേ. അയ്യോ കത്തി സ്ട്രിപ്പർ എടുക്കണം. നമ്മൾ നേരത്തെ ഈ ഹോള് കൊടുത്തില്ലേ, ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ വയറിങ്ങനെ കണക്ഷൻ പുറത്തേക്ക് എടുക്കാൻ പറ്റും. അടി ഈ പെയിന്റ് അടിച്ച് ഉണങ്ങിയിട്ടില്ല കേട്ടോ. ഇത് പെയിന്റ് അടിച്ച് ഉണങ്ങാത്തോണ്ട് അടിച്ചോടായോണ്ടോ എൻ്റെ കറുത്ത കൈയെല്ലാം വെളുത്തായി. കണക്ഷൻ കയറിയിട്ടുണ്ട്. ഓക്കെ,
ഉള്ളിലേക്ക് കണക്ഷൻ കൊടുത്തു. അപ്പോൾ ഇത് തൂങ്ങിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടില്ലേ ആദ്യം ഇതിൻ്റെ ഭാഗത്തൊരു കെട്ടിട്ടുള്ളൂ. നേട്ടിട്ട് കൊടുത്തേ കെട്ടി. ഓക്കെ, ഇനി വീണ്ടും നമ്മൾ ഉള്ളിലേക്ക് വിളിച്ചു. നല്ലതണ്ട തെറ്റായില്ലേ? അല്ല ലൈറ്റിന്റെ ഫ്രെയിം ആയി കണ്ട. നമുക്ക് ഇനിയിപ്പോ ഇല്ലേ കണക്ഷൻ കൊടുത്തിട്ടില്ല, ഈ ബൾബ് കൂട്ടിട്ട് നമുക്ക് ഇതിന്റെ മൊഞ്ച് അങ്ങ് എന്തുണ്ട് എത്രത്തോളം ഉണ്ട് നോക്കാം. നമ്മൾ സക്സസ് ആയോ ഇല്ലയോ നോക്കാം. ഓക്കെ, കയ്യെല്ലാം കണ്ട വെള്ള പാണ്ട് പോലെ കളറായി. നമുക്ക് ഇത് ലൈറ്റ് അകത്ത് കയറിയിട്ട് നോക്കാം. നമ്മളിപ്പോ തൽക്കാലത്തേക്ക് ഒരു വയർ ഇത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നമ്മളെ പൊരേന്റെ ഉള്ളിൽ. തൽക്കാലത്തേക്ക് ഒന്നും കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു ബൾബ് ഇടാൻ പോയേനെ. ഇത് ആ ബൾബ് ഇട്ടാ ബൾബ് ഇട്ടോ ഓർഡർ പുറത്തേക്ക് എടുത്ത് നമ്മള് സാധാ സീറോ ബൾബാണ് ഇട്ടിട്ടുള്ളത്. ഓക്കെ, സാധാരണ സീറോ ബൾബ് സിമ്പിള്. ആകെ എത്ര 20 രൂപ 30 രൂപ 25 രൂപ 25 രൂപ. ഈ ചെറിയ ചെലവിലുള്ള ബൾബ് വിജയിച്ചോ ഇല്ലയോ, ഈ ഫ്രെയിം വിജയിച്ചില്ലയോ നോക്കാം. ഈ ഒരു കാര്യം ഈ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട് ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ എന്നെ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്, ചെറുതായിട്ട് കാണുന്നുണ്ടോ? പല്ല് ക്ലിയർ ആയിട്ട് കാണുന്നില്ല. ഇതിപ്പോ ലൈറ്റ് ഇട്ടില്ലേ, നമുക്ക് ഈ മറ്റുള്ള ലൈറ്റ് എല്ലാം ഓഫ് ആക്കി ഈ ലൈറ്റ് മാത്രം നമുക്ക് ഇട്ടോക്കാം. നീ ഒന്ന് ലൈറ്റ് ഇട്ടോ മോനെ. ഇതാ സെറ്റ് തന്നെ. 25 റുപ്യനെ കൊണ്ട് 25 റുപ്യനെ കൊണ്ട് കുറച്ച് ദീപറൊക്കെ ഉണ്ട്, കുറച്ച് വെട്ടിട്ടു അവിടെ കൊള്ളാല്ലേ. അടിപൊളി തന്നെ, അടിപൊളിയല്ലേ? അടിപൊളി. നമുക്ക് ഈ ബൾബ് മാറ്റിട്ടില്ലേ വേറെ ബൾബ് ഇട്ടോ. ഇത് നമ്മള് നീല ബൾബ്, നീല ബൾബ് അല്ല മഞ്ഞ ബൾബ് മാറ്റിയിരിക്കുന്നത്. നീല ബൾബ്, അതേ നീല ബൾബേ. നീല ബൾബ് ഇട്ടിട്ട് നമുക്ക് നോക്കാം. ഓൾഡർ ഇങ്ങോട്ടേക്ക് എടുക്കുക. നീല ബൾബ് ഇടുക. പഴയ ബൾബാ, കത്തിയാ മതി കുറച്ചോനെ. കത്ത് പവറായിട്ട് കത്തും. ഇതിപ്പോ ഇട്ടിട്ടുണ്ടേ നമ്മള് മഞ്ഞ ബൾബ് ആയിട്ട് നീല ബൾബ്. ഇനി എന്താക്കണം അറിയോ, ഈ ലൈറ്റ് ഓഫ് ആക്കിയിട്ടില്ലേ ഇത് വേണേ നോക്കാൽ എന്താവോ നോക്കാൻ. ഈ ലൈറ്റ് ഓഫ് എന്റെ വീട് ഇടാം. മഞ്ഞ തന്നെ നല്ല അടിപൊളി, നീലനെ കാട്ടി. പക്ഷെ നീല പ്രശ്നമില്ല, വേണ്ട മഞ്ഞ കാണാൻ നല്ല കാണാൻ കുമ്പുണ്ടല്ലേ. പക്ഷെ എന്നാലും ഇത് മോശമില്ലാടാ, രസമില്ലേ? രസമുണ്ട്. ഈ ലൈറ്റ് ഓൺ ആക്കിയേ. പിന്നെ ഇതാ സിമ്പിൾ അല്ലേ. നമ്മള് ഈ ലൈറ്റ് ഫിറ്റ് ആക്കിയപ്പോ നമ്മളെ ചങ്ക് മിഥുവിന് ഒരു ഐഡിയ. അതാ നമ്മള് ഇതിന്റെ ഇടക്കാക്കിയ ഒരു സാധനം ഇല്ലേ, ഇത് നമ്മളെ പെൻസിലിന്റെ സുന. പെൻസിൽ ഇടുന്ന ഈ ട്രേ ഒന്ന് നമുക്ക് ഇതുപോലെ ലൈറ്റ് വെച്ച് നോക്കിയാൽ നമ്മള് ഇതിന്റെ ഇടക്കാക്കി ഞങ്ങളെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഓർമ്മ വരും. ഈ ട്രേയില് നമുക്ക് ബൾബ് വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവുന്നു പെട്ടെന്ന് മിഥുവിന് മൈൻഡിൽ ഒരു ഐഡിയ. അങ്ങനെ ഇതാ നോക്കിട്ടെ, നമ്മളൊരു ബൾബ് മിഥുന്ന് കാണിച്ചു കൊടുത്തിട്ട് കണ്ടോ. അപ്പൊ ഇതില് ബൾബ് ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നോക്കാം. അങ്ങനെ നമ്മളിതാ ഹോൾഡർ ഇതിനുള്ളിൽ കയറ്റി നമ്മള് ബൾബെല്ലാം കൊടുക്കാൻ പോയതാ. ബൾബ് കൊടുത്തിട്ട് നമുക്ക് ലൈറ്റ് ഇട്ട് നോക്കി ഇതിന്റെ അവസ്ഥ എന്തിട്ട് നോക്കാലോ. അളവ് ലൈറ്റ് ഓഫ് ആക്കി ഈ ലൈറ്റ് ഇട്ടാ, ഈ ലൈറ്റ് കാഴ്ച കളിയുണ്ട്. അടിയിലൊക്കെ നല്ല സെറ്റ് തന്നെ ഉണ്ടാ. ഇതുപോലെ ഓരോരാളെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ഓരോരോ ബൾബ് സെറ്റ് നമ്മൾ ഇങ്ങനെ ബൾബ് പുറത്തുനിന്ന് മേടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ വേസ്റ്റ് റീഫർ എല്ലാം കൊണ്ട് നമുക്ക് ഇങ്ങനെ ആക്കിയാൽ മതി. നല്ലതാ സെറ്റ് ബൾബ് കേട്ടാ, അടിപൊളിയല്ലേ? അടിപൊളി. അപ്പൊ ഈ രണ്ട് ലൈറ്റ് ഉണ്ടാ നമ്മള് ചെറിയ ടെക്നിക്കല്, വലിയ ഐഡിയ ഒന്നല്ല, ചെറിയ ടെക്നിക്കല് നമ്മളാക്കിയിട്ട് ചെലവ് കുറഞ്ഞ ഒരു ഫാൻസി ലൈറ്റ്, ഒന്നല്ല 2 ഫാൻസി ലൈറ്റ്. ഇതുപോലെ ചെറിയ റീപ്പറും മറ്റുള്ള സാധനങ്ങളും വെച്ചിട്ട് നമ്മൾ വേസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇത്. അപ്പൊ ഇതുപോലെ ചെറിയ സിമ്പിൾ ടെക്നിക്കൽ കാണാൻ നമ്മുടെ വീഡിയോ നിങ്ങൾ കാണണേ. അപ്പൊ ഇന്നത്തേക്ക് നമുക്ക് വിടാം. രാത്രിയായി. ആരെല്ലാം ഉള്ള ഇപ്പൊ വിതൻ പവിത്രൻ ക്യാമറ, ഞാൻ നിത്തുലാൽ. ഓക്കെ.